മിഷണറിമാർ ദേശവിരുദ്ധരാണ് എന്നും ജനങ്ങളെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നവരാണ് എന്നും അടച്ചാക്ഷേപിച്ചുകൊണ്ട് അങ്ങേയറ്റം സുതാര്യവും മാന്യവുമായി പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിനും അവരുടെ പ്രവർത്തകർക്കുമെതിരെ വിഷം തുപ്പിയ RSSന്റെ പ്രധാനപ്പെട്ട വാരികയായ കേസരിക്കെതിരെ ഏതാനും ദിവസങ്ങളായി ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു എഴുതിയ ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന ലേഖനത്തിലാണ് വിദ്യാഭ്യാസം, ആരോഗ്യമടക്കം സമൂഹത്തിന്റെ നാനാതുറകളിൽ പുരോഗമനോത്മകവും നിർണായകവുമായ സംഭാവനകൾ നൽകിയ ക്രൈസ്തവർക്ക് നേരെ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിഷം തുപ്പിയിരിക്കുന്നത്. അത് സാധൂകരിക്കാൻ മലയാളികൾക്കൊരിക്കലും വിസ്മരിക്കാനാകാത്ത നിഘണ്ടു സമ്മാനിച്ച ഹെർമൻ ഗുണ്ടർട്ടിനെ പോലും വർഗീയവാദിയാക്കി താറടിച്ചുകൊണ്ടാണ് ബിജുവിന്റെ വർഗീയ പരാമർശങ്ങൾ ഉണ്ടായത്. മിഷണറിമാർ ഇന്നുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവും സമൂഹത്തിൽ വേർതിരിവും വിദ്വേഷപരമായ ചിന്തകളെ വളർത്തി ആയുധങ്ങളേന്തിയുള്ള ഭീകരവാദത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നതും ആണ് എന്നുള്ള പരാമർശങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ സാമൂഹ്യ സംഭാവനകളെ കുറിച്ച് അറിവില്ലാത്ത ബിജു അങ്ങേയറ്റം പക്ഷപാതപരമായി എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ സാർവലൗകികമായി ക്രിസ്തുമതത്തിനുള്ള സ്വാധീനം ഓരോ രാജ്യങ്ങളിലെയും സംസ്കൃതികളെ ശിഥിലമാക്കിയെന്നും ക്രൈസ്തവർ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് മതസ്പർദ്ധ വളർത്തിയെന്നും കേരളത്തിലെ മതപരിവർത്തന ശ്രമങ്ങൾ എല്ലാ അതിരുകളും ഭേദിച്ചു മുന്നോട്ട് പോവുകയാണ് എന്നും മിസോറാം, ഒഡീഷ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സായുധ കലാപം നടത്താൻ ലാക്കാക്കി മിഷണറിമാർ അതിവിപ്ലവ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്തു എന്നുമാണ് കഥയറിയാതെയുള്ള ബിജുവിന്റെ ആട്ടം കാണൽ. ചരിത്രത്തിന്റെ ഏടുകൾ അവധാനതയോടെ പരതാനും പഠിക്കാനും മെനക്കെടാതെ ഒറ്റബുദ്ധിക്കാരന്മാർ ഈ ലേഖനം വായിക്കാൻ ഇടയായാൽ ക്രൈസ്തവരെ ശത്രുക്കളാക്കി കൊണ്ടുള്ള കടുത്ത നീക്കങ്ങൾക്ക് തന്നെ അത് കളം ഒരുക്കിയേക്കാം. അതുകൊണ്ട് സർവശ്രീ ബിജുവിനോട് ചില ചോദ്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ചോദിക്കുവാൻ ഉണ്ട്. ഏത് രാജ്യത്തെ പൗരാണിക പൈതൃകങ്ങളുടെ തിരുശേഷിപ്പുകളാണ് ക്രൈസ്തവർ തകർത്ത് കളഞ്ഞത്? ആ രാജ്യക്കാർ അത്തരത്തിലുള്ള ഒരു പരാതി പറഞ്ഞതായി ബിജുവിനും കൂട്ടർക്കും എവിടെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? മിഷണറിമാരുടെ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട് എത്ര രാജ്യവിരുദ്ധന്മാരാണ് ഇന്ത്യയിൽ ഉണ്ടായത്? എത്ര പേരാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തതും പൊട്ടിത്തെറിച്ചതും? ധാർമ്മികതയുണ്ടെങ്കിൽ ഒരാളുടെയെങ്കിലും പേര് വെളിപ്പെടുത്താൻ ബിജുവിനും കൂട്ടർക്കും കഴിയുമോ? ക്രൈസ്തവ മിഷണറിമാർ ആയുധം കൊടുത്ത് ഭീകരതയിലേക്ക് ഇറക്കിവിട്ട ഒരു ഭീകരന്റെ പേരെങ്കിലും ഇതേ കേസരിയിലൂടെ ഒന്ന് മൊഴിയാൻ ബിജുവിന് ധൈര്യമുണ്ടോ? അങ്ങേയറ്റം അവാസ്തവമായ കാര്യങ്ങൾ തന്നെയാണ് ആ ലേഖനത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും വേണ്ടി ഇത്രയധികം പച്ചക്കള്ളങ്ങൾ ലേഖന രൂപത്തിൽ പടച്ചുവിടാൻ ചെറിയ മനക്ലേശങ്ങളല്ല ബിജു സഹിച്ചത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ആ മാനസിക അധ്വാനങ്ങളെ ഞങ്ങൾ മാനിക്കുകയാണ്. എന്നാൽ ഒന്നറിയുക സഹോദര, യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ലോകത്തിന് കാട്ടിക്കൊടുത്തത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും മാതൃകയായിരുന്നു. ആ പാദമുദ്രകളിൽ ചവിട്ടി നടക്കുന്നവർ തന്നെയാണ് ക്രിസ്തു ശിഷ്യന്മാർ. അവർ ആരെയും ഹിംസിക്കാറില്ല എന്ന് മാത്രമല്ല, അവർ പാദമൂന്നിയ ഇടങ്ങളിലെല്ലാം വിദ്യാഭ്യാസപരവും സാംസ്കാരികവും ആരോഗ്യപരവുമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വികാര വിക്ഷോഭങ്ങൾ മാറ്റിവെച്ചിട്ട് വിവേകബുദ്ധിയോടെ ചരിത്രത്തിന്റെ ഏടുകൾ പരതുന്നവന് അത് വളരെ വ്യക്തമായി മനസ്സിലാകും. കൊലയും നരബലിയുമായി പ്രാകൃത ജീവിതം നയിച്ച മനുഷ്യരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചു വാങ്ങി ദൂരെ കളഞ്ഞിട്ട് അവരെ മാനുഷിക സംസ്കാരത്തിന്റെ പുരോഗതിയിലേക്ക് നയിച്ചത് ധീരന്മാരായ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. പ്രാകൃത ജീവിതം നയിച്ചുകൊണ്ട് മനുഷ്യരുടെ പച്ചച്ചോരയിൽ ആനന്ദിച്ച ഇന്ത്യയിലെ നാഗാലാൻഡിന്റെ ചരിത്രം തന്നെ പഠിക്കൂ. നാഗന്മാരുടെ കയ്യിൽ നിന്ന് കൊലക്കത്തി വാങ്ങിക്കളഞ്ഞിട്ട് വികസനോന്മുഖമായി ജീവിക്കാൻ അവരെ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതുകൊണ്ട് തന്നെയാണ് നാഗാലാൻഡ് ക്രിസ്തീയ സംസ്ഥാനമായി മാറിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ക്രിമിനൽ പ്രവൃത്തികൾ കുറവുള്ള മിസോറാമിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാലും ഇത് തന്നെയാണ് താങ്കൾക്കൊക്കെ കാണാൻ കഴിയുക. തിരുവനന്തപുരത്ത് ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടാക്കാൻ സർ വിക്രം സാരാഭായിയും ആദരണീയനായ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമും കഠിനമായി പരിശ്രമിക്കുന്നതിനിടയിൽ അതിന് സൗകര്യപ്രദമായ സ്ഥലമായി കണ്ടെത്തിയത് തുമ്പ പള്ളിയുടെ സ്ഥലമായിരുന്നു.
വിവരമറിഞ്ഞ് തുമ്പയിലെ കത്തോലിക്ക പള്ളിയുടെ കവാടങ്ങൾ 1962 സാരാഭായിക്കും കൂട്ടർക്കുമായി തുറന്നുകൊടുത്ത തിരുവനന്തപുരം ബിഷപ്പ് ഡോക്ടർ ഡെറീറയെ കുറിച്ചോ അന്ന് അത് ഏറ്റുവാങ്ങിയ തിരുവനന്തപുരം ജില്ലാ കലക്ടർ കെ മാധവൻ നായരെ കുറിച്ചോ മിസ്റ്റർ ബിജു ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം വെറുതെ എങ്കിലും ഒന്നെടുത്ത് വായിച്ചു നോക്കുക, കാര്യങ്ങൾ പിടികിട്ടും. പിന്നീട് നാടിന്റെ പുരോഗതിക്കായി ആ പള്ളിയും പുരയിടവും മാത്രമല്ല അവിടുത്തെ വിശ്വാസികളുടെ പുരയിടങ്ങൾ കൂടി രാജ്യത്തിന് ദാനമായി കൊടുത്ത ചരിത്രമാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടേത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് വേണ്ടിയാകട്ടെ സ്വന്തം പള്ളിയും സെമിത്തേരിയും വിട്ടു നൽകിയത് ഇടപ്പള്ളിയിലെ മുളവുകാട് കത്തോലിക്ക പള്ളിയാണ്. ഇങ്ങനെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ളത് നിരവധിയും നിർണായകങ്ങളുമായ സംഭാവനകൾ തന്നെയാണ്. അതിനൊക്കെ നേരെ കൊഞ്ഞനം കുത്തുന്നത് ബിജുവിനെ പോലെയുള്ളവർക്കും അവരുടെ പ്രസ്ഥാനത്തിനും അത്ര ആശാസ്യമായ കാര്യമല്ല എന്നുകൂടി ഓർത്തിരിക്കുക. മുമ്പും ദേവസഹായ പിള്ളയുടേത് അടക്കമുള്ള പലരുടെയും ചരിത്രത്തെ കോട്ടിമാറ്റിക്കൊണ്ട് ഇതേ RSS മാസിക ക്രൈസ്തവർക്ക് നേരെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അബദ്ധ വിചാരങ്ങളെ ക്രൈസ്തവ സമൂഹം അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യും. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.